ദേശീയ ഗെയിംസ് ഫുട്ബോൾ ഫൈനലിൽ വിജയകിരീടം ചൂടിയ കേരള ടീമിന് വിമാനത്താവളത്തിൽ ആവേശോജ്വല സ്വീകരണം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ടീമിനെ കേരള ഫുട്ബോൾ അസോസിയേഷനും ആരാധകരും ചേർന്ന് സ്വീകരിച്ചു. വിജയത്തിൽ സന്തോഷം പങ്കുവച്ച ടീം അംഗങ്ങൾ. ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അല്പസമയത്തകം സ്പീഡ് ന്യൂസിൽ. അനന്യ ചേരും. 28 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദേശീയ ഫുട്ബോളിൽ സ്വർണം നേടിയാണ് ടീം കേരളത്തിന്റെ മണ്ണിലേക്ക് പറന്നിറങ്ങിയത്. അതിന്റെ സന്തോഷവും അഭിമാനവും ആവോളം അവരുടെ മുഖത്തെല്ലാമുണ്ട്. പരിശീലകൻ എം ഷഫീഖ് ഹസന്റെ നേതൃത്വത്തിലെത്തിയ ടീമിനെ കേരള ഫുട്ബോൾ അസോസിയേഷനും ഫുട്ബോൾ ആരാധകരും ചേർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. സ്വർണ്ണ നേട്ടത്തിൽ സന്തോഷം പങ്കുവച്ച പരിശീലകനും ക്യാപ്റ്റൻ അജയ് അലക്സും. ഞങ്ങളുടെ ഒരു ടീം വർക്കാണ് അത്. കോച്ചും കളിക്കാരും മാത്രമല്ല, അസോസിയേഷനും അതിൻ്റെ ഭാരവാഹികളും എല്ലാവരും ഞങ്ങളുടെ കൂടെ പൂർണ്ണമായും പിന്തുണ തന്നിട്ടുണ്ട്. അത് വളരെയധികം ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ട്. ലീഗിലെ ലാസ്റ്റ് മത്സരം അത് ജയിച്ചു കഴിഞ്ഞാലായിരുന്നു സെമിയിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ജയിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കളിച്ചു തുടങ്ങിയപ്പോൾ നന്നായിട്ട് കളിച്ചു. ആ കളി 3-0 ജയിക്കാൻ പറ്റി. അങ്ങനെ സെമിയിലേക്ക് കടക്കാനായിട്ട് സാധിച്ചു. ഉത്തരാഖണ്ഡിനെ അവരുടെ തന്നെ തട്ടകത്തിൽ തോൽപ്പിച്ചാണ് കേരള ടീം ജേതാക്കളായത്. 1997 ശേഷം ആദ്യമായാണ് കേരളം ദേശീയ ഫുട്ബോളിൽ സ്വർണം നേടിയത്. ഇതോടെ കേരളത്തിനിത് 3ാം സ്വർണ്ണ നേട്ടമാകും. കൈരളി ന്യൂസ്, കൊച്ചി.